ഇനി ഞാനല്ലേ ചോദിക്കേണ്ടത്? ആ ഇനി നീ പറ. എന്നാ പിന്നെ ദായാ ദാന്ന് പറയുമ്പം ഞാൻ തലതിരിച്ചിട്ട് ദായാണോ? അതല്ല, ഓയുടെ ചൊറയില്ലാത്തതാ. ദാഷാണിയുടെ ദാ അല്ലേ? ദാനെന്ന് പറഞ്ഞ സിനിമയുണ്ടാ? അതൊന്നും എനിക്കറിയില്ല. ദീനം സിനിമയുണ്ടാ? അതൊന്നും പറഞ്ഞുതരാൻ പറ്റൂലേ? അതൊന്നും പറയില്ല. ഓ ആയില്ലപ്പാ. തോറ്റാ നിക്കട്ടെ, ആലോചിക്ക ലേശം കൂടെ സമയം താ. നീ എനിക്ക് ഇത്രയൊന്നും സമയം തന്നില്ലേ? അതെന്റെ കുറ്റല്ലേ, നിന്റെ വീട്ടുകാരുടെ കുഴപ്പാ. എനിക്ക് പറഞ്ഞൂടായിരുന്നോ എനിക്ക് കുറച്ചുകൂടി സമയം വേണമെന്ന്? എന്തിനി? കല്യാണത്തിന്. നീ അങ്ങനെ വിഷയമൊന്നും മാറ്റി സമയം എടുക്കണ്ട. ഞാൻ ഇത്രയൊന്നും സമയം എടുത്തിട്ടാ. ആവശ്യത്തിന് ഒരുത്തൻ്റെ സിനിമ പോലും ഓർമ്മയിൽ വരില്ല. ദായിൽ തുടങ്ങുന്ന സിനിമയൊന്നും ഇല്ല. ഇല്ലാണ്ട് ഞാൻ ചോദിക്കുവാ. ആണോ? എന്നാ നീ പറ, ഞാൻ തോറ്റു. ആലോചിച്ച് പറയണേ. മലയാളത്തിന് നിനക്ക് ധാരണ കുറച്ച് കുറവാണ്. ദേവാസുരം, ലാലേട്ടന്റെ സിനിമ ഞാൻ എത്ര പ്രാവശ്യം കണ്ടതാ. ഇതൊരു പൊട്ടിയാ, ഞാൻ മറന്നു. ഇത് എത്ര മാസാടി? ഇപ്പൊ 6 തികഞ്ഞു. നിനക്ക് വല്ല പ്രാന്തം ഉണ്ടോ ഇങ്ങനെ പന്നികളെ പോലെ പെറ്റുകൂട്ടാൻ? കുട്ടികൾ 1-2 മതിയായിരുന്നു. ഒരു നല്ലോണം നോക്കിയാ പോരെ. പഴയ കാലത്തെ പോലെ ഇങ്ങനെ പെറ്റുകൂട്ടിയിട്ട് നാണക്കേട്. നാണക്കേട് മാത്രല്ലടി, തീരെ കഴിയാണ്ടായി. ഈ കാണുന്നൊന്നും ആരോഗ്യമല്ലടി, നീരാന്ന്. അല്ല, ഇങ്ങേരി ഇടി ഉണ്ടായിട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല. നീ മോഹൻലാലിന്റെ വലിയ ആളല്ലേ, എന്നിട്ടും? അയ്യോ, ഞാൻ മറന്നു പോയടി. അല്ലെങ്കിലും അടുത്തുണ്ടാവുമ്പോ ആരാ ഓർക്കാനാ? ഒരു കാര്യം ചോദിക്കാൻ പറ്റുപോയി. കഴിഞ്ഞ ആഴ്ച നിന്നെ ആരോ കാണാൻ വന്നിനല്ല, അതെന്തായി? കുറിപ്പ് കൊണ്ടുപോയിട്ടുണ്ട്. അതൊരു സൗകര്യമാണല്ലോ. ഇഷ്ടമായില്ലെങ്കിൽ ജാതകൊത്തില്ല എന്ന് പറഞ്ഞ് ഒഴിയാലോ. ഞാൻ അച്ഛനോട് പറഞ്ഞു ഇനി ആർക്ക് ഫോട്ടോസ്റ്റാറ്റ് കൊടുക്കണ്ട. എനക്ക് തോന്നുന്നു ഇവിടെ വെച്ച് കളമ്പാൻ ആളില്ലാത്തതുകൊണ്ട് നിന്റെ അച്ഛനും കല്യാണക്കാരെല്ലാം സ്ലോ ആക്കുമായിരുന്നു. ഇതിലാടാ കുറെ നാളെല്ലാം കണ്ടിട്ട് കുറച്ച് പണിയെല്ലാം ഉണ്ട്. എനിക്ക് ജയന്തി ഇല്ലേ ഇവിടെ? ഓളാകത്തുണ്ട്. എന്നാ ഒരാലോചനയുണ്ട്. നമ്മളെ ജയന്തിക്ക് പറ്റും. പാറക്കണ്ടിന്നാണ്. ആടുത്തെ വലിയ പ്രമാണിയാ, വലിയ പണക്കാർ. നമുക്കെല്ലാം ഒക്കും. അതെല്ലാം നോക്കാ, നമുക്ക് ഒപ്പിക്കാം. താഴത്തെ 3 കെട്ടിച്ചു വിട്ടായിരുന്നു തന്നെ ഞാൻ പാപ്പരായി. ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ്? പക്ഷേ ചെറിയൊരു കുഴപ്പമുണ്ട്. പയ്യൻ 2ാം ഘട്ടാ. അതിൽ 2 പിള്ളേരും ഉണ്ട്. ഭാര്യ മരിച്ചതാ. പറ്റുമെങ്കിൽ ആലോചിച്ച് പറ. അതിപ്പോൾ ശരിയാവും കുമാര. 2ാം ഘട്ടെന്ന് പറയുമ്പോൾ ഓളോട് ഞാനിങ്ങനെ അത് ചോദിക്കുക. എനിക്കറിയാല. ഓളെ കാണാൻ വന്നവരെല്ലാം അനിയത്തിമാരെ കെട്ടിയിട്ടാണ് പോയിന്. ആരോടും ഒരു പരാതിയും പറയാണ്ട് മിഷൻ ചവിട്ടിയിട്ട് ഓളെല്ലാവരുടെ കാര്യം നോക്കിയില്ലേ. എന്നിട്ടിപ്പോൾ ഓളൊരു കാര്യം വരുമ്പോൾ 2ാം ഘട്ടെന്ന് പറഞ്ഞാൽ പ്രായം കുറേ ആയില്ലേ ഏട്ടാ. ഇനിയിപ്പോൾ അതൊന്നും നോക്കണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അവൾക്കാകെ ഒരു പ്രശ്നമുള്ളത് ആ കണ്ണിൻ്റെ ചെറിയൊരു... അത് ചെറിയൊരു പ്രശ്നമല്ല രായേട്ടാ. നിങ്ങൾ ഓളോടും കൂടി ആലോചിച്ചിട്ടൊന്ന് പറ. അതിപ്പം എന്തായാലും ഇത്ര പ്രായമായില്ലേ, ഓക്കും ഉണ്ടാവില്ലേ അപ്പോൾ കുറച്ച് ആഗ്രഹവും കാര്യങ്ങളൊക്കെ. നടക്കുങ്ങ് നടക്കുക. നോക്ക്, നിങ്ങളോളോട് കാര്യമായിട്ടൊന്ന് പറ. പറ്റുമെങ്കിൽ എടുക്കുക, ഇല്ലേ നമുക്ക് ഒഴിവാക്കാം. ഒന്ന് സംസാരിച്ചു നോക്ക്. എന്നാ ഞാൻ ഇറങ്ങാം. നിങ്ങളോട് ചോദിച്ചിട്ട് വിവരം പറ. എനിക്കിത് മതിയച്ച, സമ്മതം.
ശരിക്കും നോക്കിക്കൊള്ളണേ. ചട്ടുണ്ടോ വട്ടുണ്ടോ നീളുണ്ടോ വണ്ണുണ്ടോ എന്ന്. അപ്പം നീ എന്നാ നോക്കൂ? എനിക്ക് വേണ്ടത് ഞാൻ നോക്കിക്കോളും. കുട്ടിയെ വിളിച്ചിരുന്നെങ്കിൽ പോയിട്ട് ഇത്തിരി തിരക്കുണ്ടേ. ആ ഇപ്പോൾ വിളിക്കാം. അതിന് നിനക്കല്ലല്ലോ, ജയന്തി, ഓനല്ലേ ഓൻ വേണ്ടതല്ല. ജയന്തി ഓൻ എന്തെങ്കിലും ഉണ്ട് വീട്ടിൽ. ഇപ്പൊ വരുവേ. നിന്നെയാണോ നോക്കുന്നത്? നിന്നെ നോക്കുന്നു, നിന്നെ നോക്കുന്നു, നിന്നെ നോക്കുന്നു, നിന്നെ നോക്കുന്നു. ഇവനടുത്തേക്ക് നോക്കുന്നു. നീ പറ ഇവ നോക്കാൻ പറ. ഇതാണ് നമ്മളാള്. എന്റെ പേര് ജയരാം. പാറക്കണ്ടിയിലാ വീട്. കുറച്ചുനാൾ പുറത്തായിരുന്നു. ഇപ്പോ നാട്ടിൽ തിരി കൃഷിയും മറ്റുമായി ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നു. നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ അകത്ത് സൗകര്യമുണ്ട്. വെള്ളമടിച്ച് കോൺതിരിഞ്ഞ് പാതിരാത്രി വീട്ടിൽ വന്ന് കയറുമ്പം ചെരുപ്പൂരി കാലുമടക്കി ചുമ്മാ തൊഴിക്കാനല്ലാതെ തുലാവർഷ രാത്രികളിൽ ഒരു പുതപ്പിനടിയിൽ സ്നേഹിക്കാനും എന്റെ കുഞ്ഞുങ്ങളെ പെറ്റു പോറ്റാനും എനിക്കൊരു പെണ്ണിനെ വേണം. ഇടത്തോട്ട് നോക്കിയാ വലത്തോട്ട് കണ്ടുള്ള ഓളത്തിന്റെ വേണോ ചേരാൻ ഈരെന്നല്ല സ്വയം പണ്ടാരത്തെ ഞാൻ കാണിച്ചു. കേൾക്കുമ്പോണ്ടല്ല ആ ചട്ടി ഉരിക്കുമ്പോ ജരാമ, ഒരു പെണ്ണിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അവളുടെ സ്വഭാവത്തിലാ, സമ്മതിച്ചു. എന്നാലും മുഖത്ത് നോക്കുമ്പോ ഒരു വൃത്തിയെല്ലാം വേണ്ടോ? ഗോപി, ജരാമൻ്റെ ഓള് കൊച്ചരിയാന്ന് നാട്ടുകാർ പറയുമ്പോ ഓന്റെ എല്ലാ മറലും മാറും. എനിക്കൊന്നും പറയാനില്ലടാ. ഉറപ്പ് നോക്കിയാടാ. മതി. കടലിന്റെ സൗന്ദര്യമല്ല കരയുടേത്. കരയാണ് പെണ്ണ്, അല്ലാതെ കടലല്ല. ഓരോ ഭാഗത്തിനും ഓരോ ഭാവമാണ്. എൻ്റെ കണ്ണെടുത്ത് നിങ്ങളുടെ മോന്തയ്ക്ക് വെച്ചാലേ അവളുടെ സൗന്ദര്യം കാണാൻ പറ്റൂ. ചിലക്കാതെ കല്യാണത്തിന് വന്നാൽ നക്കിയിട്ട് പോവാം. ഒരുപാട് മോഹിച്ചാലേ കുറെയെങ്കിലും നടക്കൂ. ആകാശത്തോളം മോഹിച്ചോളൂ, ഒരു കുന്നോളം കിട്ടും. ഇതുകൊണ്ടൊന്നും ആയില്ല. ഹലോ ജയന്തി, പിന്നെ ജയന്തിക്ക് ഡാൻസ് കളിക്കാൻ അറിയോ? പഠിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ ടൈം കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ? നന്നായി. ദാമ്പത്യത്തില് ഡാൻസ് ഒരു പ്രാധാന്യമില്ല ജയന്തി. ജയന്തിക്ക് പാട്ടുപാടാൻ അറിയും. പാട്ടുപാടാൻ അറിയാത്തവരാരായില്ലേ? പണ്ട് ഓണാഘോഷത്തിനൊക്കെ പാടിയിട്ടുണ്ട്. നന്നായി. അപ്പോ ഒരുപാട് ഗപ്പൊക്കെ കിട്ടിയിട്ടുണ്ടാവല്ലോ. സോപ്പ് പെട്ടി കിട്ടിയിട്ടുണ്ട്. വന്നില്ലേ? ആ ഷടാ. ആ എന്ന് കറിയുന്ന കൂടെ പറയണേ. നാളെ കല്യാണത്തിനുണ്ടാണേ. അപ്പൊ ശരി എല്ലാരും. ആ അപ്പൊ ശരി.
അയ്യോ ഛേ സമയമില്ലാതെ അതാണ് കീറിയത്. കാത്ത് കാത്ത് കാത്തു നിന്ന് കാലമെത്ര കഴിഞ്ഞുപോയി കരുളിലുള്ളൊരാഗം. ഭക്ഷണം കഴിച്ചില്ലേ? നോക്കിയിരിക്കണേ. അപ്പൊ ശരി. എവിടെയല്ലേ? പോരാ പോരാ. ഓ വരുന്നുണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട്. ഓ എത്ര നേരായിടോ. ആണ് ചങ്ങായി, എത്ര സമയമായി കാത്തിക്കുന്നറിയാം. ഒന്ന് വേഗം വാ. ആളൊഴിഞ്ഞ് കിട്ടണ്ടാ. കാത്തിരുന്നിട്ട് കുണ്ടിക്ക് ബേരി മുളച്ചല്ല ഇഷ്ടാ. ഇതാ പൊട്ടിക്ക്. സാലെടുത്ത് നോക്ക്. വേഗം നോക്കടാ. ഓ ആക്രാന്തം തന്നെ. നീ നേരം കളയാണ്ട് ഓരോന്നും വേഗം ഒഴിച്ചാട്ടെ. കാന്താരി ഉണ്ട് നോക്ക്. കൈയൊന്നും പറക്കുന്നില്ല. എന്നാ ഇത് സാധനം? നാളെ എൻ്റെ കല്യാണല്ലേ, എനിക്ക് എന്തെങ്കിലും ഡീസൻ്റ് ആയിക്കൂടെ? നാളെ മുതൽ നീ ഒരു പുതിയ മനുഷ്യനാ. എന്നാ എന്നെ പിടിച്ചേ. മാത്രം വിശ്വസിച്ച ഒരു തമ്പുരാട്ടി നാളെ നിന്റെ ജീവിതത്തിലേക്ക് വലതുകാലം വെച്ച് കയറും. അത് ശരി. ആ നീ ഇന്നലെ ഇന്നലെ പറഞ്ഞത് പൊച്ചരാവ് ഇന്ന് ആള് മാറിപ്പോയാ? പൊന്നാരെന്നല്ലേ പറഞ്ഞു? നമ്മളെ ജയരാമന്റെ മുത്തല്ലടാ. ജയരാമ, നീ മുത്തിനെന്ന് വിളിക്കടാ. അവിടെ എന്തൊക്കെയാ ചോദിക്കടാ. വെള്ളടിച്ച ശരിയാവില്ല. വെള്ളടിച്ച അതൊന്നും ശരിയാവില്ല. കുഴപ്പമില്ലടാ. വെള്ളമടിച്ച് പ്രേമിക്കുന്നതിന്റെ ഒരു റേഞ്ച് വേറെയാ. അതാണ്. നീ ഇപ്പൊ വിളിക്ക്. ഓ ഓനൊരു ആക്രാന്തം. ഓ ജയരാമന്റെ മുഖെല്ലാം കണ്ടില്ലേ? എടാ, നീ ശ്രദ്ധിച്ച് നടക്ക്. നാളെ എൻ്റെ കല്യാണാണേ. ഞാൻ ഇവിടത്തെ ഒരു മംഗലശ്ശേരി നീലകണ്ഠനാണ്. എത്രയോ ഭാനുമതിമാരുടെ കാലിനടയിൽ കിടന്ന് കളിച്ചിട്ടുള്ളവരാ. നാളെ പുലരുമ്പോൾ ഒലിക്കുന്നുണ്ടല്ലേ? നീ പുതിയൊരു ഭാനുമതിയായി എൻ്റെ മുന്നിൽ നിന്ന് നിങ്ങളെ നൃത്തം ചെയ്യുവടി. ഉയ്യന്നമ്മേ, ജയന്തിയിൽ 9 മിസ് കോളാ. ഹലോ ജയന്തി, വിളിച്ചിരുന്നല്ലേ? ഞാൻ കേട്ടില്ല. ഇന്നലെ കുറച്ച് ഓവറായിപ്പോയി, അതാ. നിങ്ങളെപ്പോലുള്ളൊരു ആഭാസിൻ്റെ താളത്തിനൊത്ത് തുള്ളാൻ ഞാൻ അപ്പുമാഷിൻ്റെ മോള് മാമ്പറ്റ ഭാനുമതിയല്ല. എൻ്റെ കണ്ണിന് ഒരു കോപ്പുമില്ല. നീ പോടാ ചെറ്റേ.